അമ്മയ്ക്കും യേശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഡോണ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14 ഡിസംബർ 2022. മാതാവിനോട് സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാതാവ് തന്ന ആദ്യത്തെ നിയോഗം, എനിക്ക് ACC എക്സാം പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് വേണ്ടിയിട്ട് തോൽക്കായിരുന്നു. അപ്പോൾ അങ്ങനെ മമ്മി എന്നോട് ഉടമ്പടീനെ പറ്റി പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എക്സാം എഴുതിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ACC കംപ്ലീറ്റ് ആവാൻ പറ്റി. ഞാൻ എൻ്റെ ഫൈനൽ എക്സാം റിമോട്ട് ബേസ്ഡാണ് കൊടുത്തിരുന്നത്. പക്ഷേ നെറ്റിൻ്റെ പ്രോബ്ലം കാരണം എനിക്ക് അന്ന് എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ എക്സാം റീഷെഡ്യൂൾഡായി. അപ്പോൾ റീഷെഡ്യൂൾഡ് ആയ ദിവസം എനിക്ക് നമ്മുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ചെയ്ത ചേട്ടനെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഇന്ന് വല്ല നെറ്റിനും ഇഷ്യൂ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം എഴുതി, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് എക്സാം എഴുതാൻ പറ്റി. അങ്ങനെ ഞാൻ എക്സാം എഴുതി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു അത് അന്നും നെറ്റിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ആ നെറ്റിൻ്റെ ഇഷ്യൂ എൻ്റെ എക്സാമിന് തടസ്സമായില്ല. അമ്മ മാതാവിനും യേശോയ്ക്കും ഒരുപാട് നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് എൻ്റെ പീരിയഡ്സ് ഇറെഗുലർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സ്കാനിങ്ങിൽ മനസ്സിലായി എനിക്ക് PCOD ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഇവിടെ അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ എനിക്ക് എൻ്റെ വിരലുമ്മ സൈത്ത് പറ്റി എന്നിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പറയാൻ പറഞ്ഞു. എന്നിട്ട് ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇവിടുന്ന് പോയി. തിരികെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ PCOD എൻ്റെ മാതാവും ഈശോയും പൂർണ്ണമായി സൗഖ്യം തന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് റെഗുലറായിട്ട് പീരിയഡ്സുമായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഫ്രൈഡേസ് ഓർഫനേജിൽ പോയി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. പിന്നെ ഞാനും മമ്മിയും പൊതിച്ചോറ് ഉണ്ടാക്കി ഹോസ്പിറ്റലിലും റോഡിലുള്ള പാവപ്പെട്ടവർക്കും എല്ലാവർക്കും കൊടുക്കായിരുന്നു. പിന്നെ മാതാവിൻ്റെ പത്രം കിട്ടുന്നത് നമ്മൾ ഹോസ്പിറ്റലും നമുക്ക് പറ്റുന്നത് എല്ലാവർക്കും കൊടുക്കായിരുന്നു. എല്ലാ ദിവസം കുർബാനയ്ക്ക് പോവായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കായിരുന്നു. മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹത്തിനും ഒരുപാട് നന്ദി. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഡോണ ഡേവിഡ് എന്ന ഈ മകൾ ACC എക്സാം ഏറെ ക്ലേശമുള്ള, ഒത്തിരി ശ്രദ്ധ ആവശ്യമുള്ളൊരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പലപ്പോഴും 1-2 മാർക്കിന് വിഷയങ്ങൾ പോയിക്കൊണ്ടിരുന്നത് മകളെ വല്ലാതെ ആകുലപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുന്നത്, പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് മകൾ ആ പരീക്ഷകൾക്ക് വേണ്ടിയെല്ലാം ആ നാളുകളിൽ ഒരുങ്ങിയത്. പരീക്ഷ എഴുതിയ ദിവസങ്ങളിലൊക്കെയും ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി മകൾ പരീക്ഷകൾ എഴുതുവാൻ വേണ്ടി എന്നും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അമ്മ മാതാവ് ആശങ്കകളൊന്നുമില്ലാതെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ പ്രോബ്ലം 2 ദിവസം ഉണ്ടായെങ്കിൽ കൂടിയും എങ്കിലും പരീക്ഷയ്ക്ക് തടസ്സമാകാത്ത വിധത്തിൽ മകളെ അത് വിജയം നൽകി അനുഗ്രഹിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. PCOD കാരണം ഇറഗുലർ പീരീഡ്സ് വലിയ വിഷമത്തോടുകൂടി മകൾ ഏറെ നാൾ ക്ലേശിച്ച ഒരു രോഗാവസ്ഥയാണ്. അത് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് പൂശി മകൾക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് അതോടൊപ്പം തന്നെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാനായി മകളോട് ആവശ്യപ്പെടുകയും സാക്ഷ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മകൾ വാക്കുകളിലൂടെ നമ്മളോട് അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. PCOD യാതൊരു പ്രശ്നവുമില്ലെന്ന് സ്കാനിങ്ങിലൂടെ ബോധ്യപ്പെട്ടു. പീരീഡ്സ് റെഗുലറായി. അങ്ങനെ ലഭിച്ച പൂർണ്ണ ആരോഗ്യത്തിന് മകൾ നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യത്തെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ ഉടമ്പടി എടുത്ത നാൾ മുതൽ അതിൽ നന്നായി ശരണപ്പെട്ട് വിശ്വസിച്ച് ജീവിക്കുവാൻ, അതിൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും സന്തോഷത്തോടെ നിർവഹിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ആ ഉടമ്പടി ജീവിതം തന്നെ മകളുടെ ജീവിതത്തെ കൂടുതൽ ശാന്തതയുള്ളതാക്കി, ദൈവാശ്രയത്വമുള്ളതാക്കി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധതയുള്ളതാക്കി. അതിനെയാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.